നമുക്കിന്നേ ചനച്ച മാങ്ങ വെച്ചിട്ട്, അതായത് ഒരല്പം മൂപ്പെത്തിയ ഒരല്പം മധുരവും നല്ല പുളിയുള്ള മാങ്ങ വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കിയാലോ. ഇത് ബിരിയാണിയുടെയും അതുപോലെ ഗീ റൈസിന്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ വേഗം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ചനച്ച മാങ്ങ എന്ന് പറയുകയാണെങ്കിൽ ഒരല്പം മധുരരസവും നല്ല പുളിയുള്ള മാങ്ങ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മള് മാങ്ങയൊക്കെ പഴുക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയ സൂപ്പറാണ് കേട്ടോ. ബിരിയാണിയിലേക്ക് കൂടെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. ഇനി ഇതിലേക്ക് 2 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം, 2-3 ഇതള് കറിവേപ്പില, 2 അല്ലി, അതായത് 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതൊരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് വേണ്ടത്. അപ്പൊ അതും കൂടെ ഒന്ന് ചിരണ്ടി എടുത്ത് കൊണ്ടുവരാം. മാങ്ങ അരച്ചയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചനച്ച മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം മധുരരസവും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.